പക്ഷെ ഇറങ്ങിയ ശേഷം അങ്ങ് തന്നെ പറഞ്ഞിരുന്നത് ഇന്നലെ അവിടെ ഇറങ്ങാൻ കഴിയാതിരുന്നത് അവിടെ മറ്റ് ഇത്തരത്തിൽ 5,000 രൂപയ്ക്ക് 10,000 രൂപ കെട്ടിവെക്കാനില്ലാത്ത തടവുകാർ ഉള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയാണെന്നാണ്. അതെ, അതിന് വേണ്ടി ഇറങ്ങാതിരുന്നതല്ല. അങ്ങനെ ഒരു കാരണം ഉണ്ടായിരുന്നു. ഇറങ്ങാൻ ഇരിക്കാനുള്ള കാരണം അതല്ല മെയിനായിട്ട്, ഇന്നലെ വരാത്തതുകൊണ്ടാണ്. പക്ഷെ അവിടെ ഒരുപാട് പേര് എന്താ പറയുക, റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ പോയതും അതുപോലെ ചെറിയ ചെറിയ കേസുകളായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഒരുപാട് പേരോട് എന്നോട് സഹായം ചോദിച്ചു. സാമ്പത്തിക സഹായം നമ്മൾ ചെയ്യാറുള്ളതാണ്, ബോച്ചെ ഫാൻസ് ഇതിലൂടെ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാമെന്നും മാത്രമല്ല, അതിനോട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു അങ്ങനത്തെ ഒരു ലീഗൽ എയ്ഡ് സംവിധാനങ്ങൾ ചെയ്യണമെന്ന് തോന്നി നമ്മൾ പല പ്രവർത്തനങ്ങളിൽ. അതിനെക്കുറിച്ചൊക്കെ അവിടുന്ന് സംസാരിക്കുകയും പിടിക്കുകയൊക്കെ ഉണ്ടായി. എന്നല്ലാതെ അതിനു വേണ്ടി ഇറങ്ങാതിരിക്കുക എന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. കോടതി വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. അതായത് അതുപോലെ ഞാൻ ഇന്നലെ രാത്രി വന്നിട്ട് ഞാൻ ഒപ്പിട്ടില്ല, നിരസിച്ചു എന്ന്. ഇന്നലെ രാത്രി കൊണ്ടുവരികയോ ഒപ്പിടാനോ ഒന്നും അവിടെ അങ്ങനെ ഒരു സംവിധാനം ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് രേഖാമൂലമുള്ള കാര്യങ്ങളല്ല ഒപ്പിടാനോ പിടിക്കാനോ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ഒപ്പിടാൻ നിരസിക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതിരൂക്ഷമായ ഭാഷയിലാണ് കോടതി ഇന്ന് ആവർത്തിച്ച് പരാമർശം ഉണ്ടായത്. എന്തോ മാപ്പ് പറയണമെന്നടക്കമുള്ള പരാമർശങ്ങൾ. തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും നേരത്തെ വിളിച്ചപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയാറില്ല. കഴിയാവുന്ന സഹായങ്ങൾ മാത്രം ചെയ്യുന്നൊരു വ്യക്തിയാണ്. പിന്നെ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും എൻ്റെ വാക്കുകൊണ്ട് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് പറയാൻ യാതൊരു ബുദ്ധിമുട്ടോ ഈഗോ കോംപ്ലക്സ് ഇല്ലാത്ത ആളാണ്. കോടതി പറയുന്നത് കോടതിയോട് മാപ്പ് പറയണം, അതായത് നിരുപാധികം ഖേദം പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം വളരെ രൂക്ഷമായിട്ട് കോടതി വിമർശിക്കുകയും ചെയ്യുന്നു. ഒരു നാടകം കളിക്കുന്നു എന്നൊക്കെയാണ് കോടതി ഉപയോഗിച്ച വാക്കുകൾ. കോടതിയോട് തീർച്ചയായിട്ടും ഞാൻ മാപ്പ് ചോദിക്കും. കാരണം കോടതിയെ ഞാൻ ബഹുമാനിക്കുന്നു, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് കോടതിയെ ധിക്കരിച്ചു എന്നുള്ള ഒരു സംഭവം എന്നെ കുറിച്ചിട്ടുണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവില്ല ഭാവിയിൽ. ഇത്ര കാലത്തിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ നിയമവ്യവസ്ഥയോട് സ്വാഭാവികമായിട്ടും ഹൈക്കോടതി പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടാണ് ജാമ്യം അനുവദിക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു നാടകം കളിക്കുന്ന അടക്കമുള്ള പരാമർശങ്ങൾ കോടതിയിൽ നിന്ന് ഉണ്ടാകേണ്ടി വരുന്നത്. എന്താണ് ഈ ഒപ്പമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നാണോ ഇത് സംഭവിക്കുന്നത്? ഒരിക്കലും നാടകം കളിക്കുക എന്നുള്ള അങ്ങനെയൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ മീഡിയകളിലൊക്കെ നാടകം എന്നുള്ളൊക്കെ അങ്ങനെയൊക്കെ പല രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാരണവശാലും നമ്മളൊരു ബിസിനസ്മാനാണ്, കോടതിയോടൊക്കെ അങ്ങനെ കളിക്കുമോ? ആരെങ്കിലും വിവരമുള്ളവരാരും കളിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഒരിക്കലും ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ആ രീതിയിലേക്കുള്ള അങ്ങനെയൊക്കെ ചർച്ചകൾ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നത്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുണ്ട്. കോടതിയോട് എന്നും ബഹുമാനം മാത്രമേ ഉള്ളൂ. എൻ്റെ വാക്കുകൊണ്ട് ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. എങ്കിൽ പോലും അതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. അതിൽ എനിക്ക് യാതൊരു കുറവില്ല എന്നതാണ്. ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഈ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി നിൽക്കുന്ന സ്വാഭാവികമായിട്ടും എല്ലാ ഇന്ത്യൻ പൗരനും അതിന്റെ ഭാഗമാകണം, അതിനോടൊപ്പം ലോയലായി നിൽക്കുകയും ചെയ്യണം. പക്ഷേ ഇന്നിപ്പോ താങ്കൾ പുറത്തിറങ്ങിയതിനു ശേഷം ജയിലിന്റെ പുറത്ത് പടക്കം പൊട്ടിക്കാനടക്കം ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു. അവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? താങ്കളുടെ നിർദ്ദേശം അക്കാര്യത്തിലുണ്ടോ? ഒരിക്കലും യാതൊരു ബന്ധമില്ല എന്ന് ആരൊക്കെയോ വന്നേ, ഇന്നലെയും കുറെ പേര് വന്നു എന്ന് അറിഞ്ഞു. ഞാൻ ബോച്ചെ ഫാൻസ് എല്ലാ ജില്ലകളിലും കോർഡിനേറ്റേഴ്സിന് നേരത്തെ തന്നെ ഡയറക്ഷൻ കൊടുത്തിരുന്നു. ഒരു കാരണവശാലും ജയിലിലേക്ക് ആരും വരരുത്, അവിടെ വന്ന് തിക്കും തിരക്കുണ്ടാക്കിയാൽ ഇതൊക്കെ എന്നെയാണ് ബാധിക്കുക. അതുകൊണ്ട് ആരും തന്നെ അങ്ങോട്ട് വരേണ്ടതില്ല, എല്ലാം ഞാൻ പുറത്തു വന്നിട്ട് സന്തോഷപരമായിട്ട് നമുക്ക് പിന്നെ കൂടാം എന്ന് ഉള്ള നിർദ്ദേശം എല്ലാ ജില്ലകളിലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സിന് ഡയറക്ഷൻ നേരത്തെ കൊടുത്തതാണ്. പിന്നെ വന്നിട്ടുള്ളത് ആരാണോ എന്താണോ എന്നൊന്നും നമുക്കറിയുന്നതല്ല. ഞാൻ രാവിലെ ഇറങ്ങി 2 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അപ്പൊ തന്നെ വണ്ടി കയറിപ്പോയി. 2 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഇതാണ്. ഒന്ന്, ഇതാണ് ചോദ്യം, എന്തുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല? ഞാൻ പറഞ്ഞു, ഇന്നലെ ഇറങ്ങാനുള്ള സംവിധാനങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല. ഇന്ന് രാവിലെയാണ് റിലീസ് ഓർഡർ വന്നിട്ടുള്ളത്. എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞ കൂടുതൽ എനിക്കറിയില്ല, അതുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല. പിന്നത്തെ ചോദ്യം, ഇതുപോലെ ഈ ജാമ്യം കിട്ടാത്തവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയാണോ നിങ്ങൾ അവിടെ നിൽക്കുന്നത്
അതിനു വേണ്ടിയല്ല. അങ്ങനെ ഒരു ഉദ്ദേശം നമുക്കുണ്ട്. നല്ല കാര്യങ്ങൾ നമ്മൾ പലതും ചെയ്യുന്ന പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനു വേണ്ടുന്ന 1 കോടി രൂപ നമ്മുടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നിന്ന് അനുവദിച്ചിട്ടുമുണ്ട്. ലീഗൽ എയ്ഡിന് കുറെ എന്താ പറയുക, ചെറിയ ചെറിയ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള കേസുകളിലൊക്കെ ഉണ്ട്, അതിനുണ്ട്. അപ്പം അങ്ങനെ അവിടെ ചെന്ന് പെട്ടപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് തോന്നി. ഒരു ഇതുപോലെ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനു വേണ്ടി ഇത് ചെയ്യുകയോ കോടതിയെ ധിക്കരിക്കുകയോ ഒരിക്കലും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യുന്ന വ്യക്തിയല്ല. അങ്ങേയറ്റം ബഹുമാനം മാത്രമാണ് കോടതിയോടുള്ളത്. 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഒരു അഭിനേത്രിയോട് സംഭാഷണങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, അതൊരു ഗുരുതരമായ കാര്യം തന്നെയായിട്ടാണ് കോടതി ഇപ്പോഴും വിലയിരുത്തുന്നത്. എൻ്റെ ഫ്രം ദ ഹാർട്ട്, എൻ്റെ ഉദ്ദേശശുദ്ധിയിൽ ഒരിക്കലും ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാറില്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ട് സംസാരിക്കാറില്ല. പിന്നെ ഏതെങ്കിലും തരത്തിൽ എൻ്റെ വാക്കുകൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഭാവിയിൽ ശ്രദ്ധിക്കും ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ. പ്രത്യേകിച്ച് കോടതിയും അത് പറഞ്ഞിട്ടുണ്ട്, വളരെ സൂക്ഷിച്ചൊക്കെ വേണം സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ എന്നുള്ളത്. ഇനി ദ്വയാർത്ഥ പ്രയോഗം ഉണ്ടാവില്ല, അതാണ് പ്രധാന പ്രശ്നം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അത് ശ്രദ്ധിക്കും. എൻ്റെ വാക്കുകളൊക്കെ വളരെ ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. ഈ ജയിൽ ജീവിതം ശരിക്കും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടോ? അതായത് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ പരിശോധിച്ചാൽ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തി, ബോച്ച എന്ന വ്യക്തി ഒരുപാട് ദ്വയാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോ ഈ വിഷയം വന്നപ്പോഴാണ് അത് ആളുകൾ കൂടുതൽ വിഷയങ്ങൾ ചർച്ചയും കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇനി അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊന്നും ഒഴിവാക്കുമോ? തീർച്ചയായിട്ടും. കാരണം അത് കോടതി പറഞ്ഞു, അപ്പൊ എനിക്കത് ബോധ്യപ്പെട്ടു. തീർച്ചയായിട്ടും ഒരാളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിക്കും, അതിന്റെ മാനിക്കുന്നു ഞാൻ. അതിനെ ഇതിൽ ഈ ജയിലിന്റെ ഇന്നലത്തെ കാര്യത്തിൽ അവിടെ ഒരുപാട് തടവുകാരുണ്ടോ? അതുപോലെ ജാമ്യം കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പൊ 26 പേരെ ഞാൻ അവർക്ക് വെറും 5000-10000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങാം. 20-30 ദിവസമായിട്ട് ചെറിയ ചെറിയ കേസുകൾ, ക്രിമിനൽ വലിയ കേസുകൾ ഇപ്പം നമ്മൾ അത് ഇടപെടാൻ പറ്റുന്നില്ല. ആദ്യമായിട്ട് വരുന്നതും അങ്ങനത്തെ കേസുകൾ ഒരുപാട് പേര് എന്നെ കണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി നോക്കാം എന്നുള്ളത് പറഞ്ഞു. പിന്നെ ഞാൻ ചെന്നപ്പോൾ എൻ്റെ റൂമിൽ തന്നെ ഒരാൾക്ക് എടുക്കുന്നുണ്ട്. ആള് എന്തോ ഇതുപോലെ തന്നെ എന്തോ കമന്റ് ഇട്ടിട്ടുള്ളതാണ്, ഒരു ഇതിൽ കമന്റ് ഇട്ടിട്ട് എന്തോ മോശമായ ആണ്. ആ ആൾക്ക് ജാമ്യം കിട്ടി, പക്ഷെ ജാമ്യത്തിന് ആളില്ലാതെ, പൈസ ഇല്ല, 6000 രൂപ ഇല്ലാത്തതുകൊണ്ട് അവിടെ കിടക്കുക. അപ്പോൾ അങ്ങനെ കുറേ പേര് എന്നപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം പറ്റുന്ന സഹായം ചെയ്യാം എന്നുള്ളത് അത് അറിയുന്നവർക്കറിയാം. ഇവിടെ മാത്രമല്ല, നമ്മൾ പല മേഖലകളിലും ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന രീതിയിൽ ഇതും ഉദ്ദേശിച്ചു അർഹിക്കുന്നതാണെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും കോടതിനെയൊക്കെ ധിക്കരിക്കാൻ ഞാൻ ഇനിയും ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഹണി റോസിനെ പോലെയുള്ള സെലിബ്രിറ്റി ഇനിയും ഉദ്ഘാടനത്തിന് ക്ഷണിക്കും. തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ഉദ്ദേശം അന്ന് ഇന്നൊക്കെ വിളിക്കുന്നത് മാർക്കറ്റിംഗ്, സെയിൽസ്, പ്രൊമോഷന് വേണ്ടിയാണ്. അത് അവരോട് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അതിന് തന്നെയാണ് വിളിച്ചിട്ട്. ആ ഉദ്ദേശം മാത്രം തന്നെ ഉണ്ടായിട്ടുള്ളൂ. അത് വിട്ടിട്ട് വേറൊരു ഉദ്ദേശം അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് ഒരു അറിവ് എനിക്കില്ല. അങ്ങനെ അറിയില്ല എനിക്ക് അതിനെക്കുറിച്ച്. ഇത് കോടതിയിൽ ഇരിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാനില്ല. ഈ വിഷയം ഒറ്റ കാര്യം കൂടി, ഈ വിഷയം ബിസിനസിനെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, ബിസിനസ്സിനെ ബാധിച്ചിട്ടില്ല. ഇപ്പോഴാണ് കുറച്ച് നേരത്തെ വിളിച്ചപ്പോൾ ബിസിനസ്സുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതിനൊന്നും ബാധിച്ചിട്ടില്ല. നമ്മുടെ കസ്റ്റമേഴ്സും ഷെയർ ഹോൾഡേഴ്സും എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് നമ്മൾ സപ്പോർട്ട്, ആ വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ബാധിച്ചിട്ടില്ല. താങ്ക് യു.